ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. നമ്മൾ ഈ വർഷം ആദ്യമാണ് ചാനലൊക്കെ തുടങ്ങിയത്. പറ്റും പോലെയൊക്കെ എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണ് നല്ല രസം. റോഡിലാണെങ്കിൽ രണ്ട് സൈഡിലും പൈപ്പ് ലൈൻകാർ കുഴിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കായിരുന്നു. നമ്മൾ ഒരു വിധത്തിൽ ട്രാഫിക്കൊക്കെ കഴിഞ്ഞു. ട്രാഫിക്കൊക്കെ ഇല്ലാത്ത റോഡിലേക്ക് നമ്മൾ എത്തപ്പെട്ടു. അങ്ങനെ അവിടെ കുറച്ചൊക്കെ ഒരു തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇത് കഴക്കൂട്ടത്താണ് കേട്ടോ ഈ പ്ലേസ്. കഴക്കൂട്ടത്ത് നമ്മൾ കഴക്കൂട്ടത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ കറക്റ്റുള്ള പ്ലേസ് അറിയത്തില്ല. അപ്പം നമ്മൾ അവർക്കൊരു മെസ്സേജ് വിട്ടു. അപ്പോൾ അവർ നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് തന്നു. ഒരു 150 മീറ്റർ അകലെയായിരുന്നു നമ്മൾ മെസ്സേജ് അയച്ചത് കേട്ടോ. അപ്പം അങ്ങനെ എത്തി, നമ്മൾ ഏകദേശം എത്തി. ആ ബ്ലൂ പോസ്റ്റർ കാണുന്നതാണ് അവരുടെ സ്ഥലം. അപ്പം നമ്മൾ അവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് സിഞ്ചായി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞാനും മക്കളും അവിടെ ഇരുന്നു. ഇതാണ് അവരുടെ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സിഞ്ചാൻ പോയി. അപ്പോഴത്തേക്കും ടിക്കറ്റൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ പോയി ഇതിൻ്റെ പോസ്റ്ററൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു ആർച്ച് പോലും ഉണ്ട്. അതിനകത്ത് രാത്രിയാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ പോയതൊരു 5:45 ആ സമയത്താണ്. അവിടെ എത്തിയത് ഒരുപാട് വൈകി. 2:30 ആകുമ്പോൾ ഇത് തുടക്കും. ഞങ്ങളിവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മീൻകുളമാണ് ആദ്യം കാണുന്നത്. ആ മീൻകുളത്തിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന രീതി ഒരു ഓറഞ്ച് ഇത്. പിന്നെ കാണുന്ന ഒരു കിളികളൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു സെൽഫി സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് മക്കളെ മാത്രം നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കാണുന്ന കുറേ മത്സ്യങ്ങളാണ്. നമുക്കിതിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെയൊന്നും കുറിച്ചൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. പിന്നെ മക്കളെന്നോട് ചോദിക്കാറുണ്ട്, അമ്മ ഇതെന്ത് മീനാണ്. പക്ഷെ കാണാൻ ഒരു നല്ല രസകരമായ മീൻ. ഞാൻ ഇതുപോലെ ഇങ്ങനെയൊന്നും മീനൊന്നും ഇത്രയും വെറൈറ്റി മീനൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന മീൻ എന്ന് മാത്രമല്ലേ ഉള്ളൂ അറിയാവുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു. നല്ല ഭംഗിയായിട്ട് എല്ലാത്തിനും തോന്നി. ഇത് കണ്ടു, എന്ത് വെറൈറ്റി എല്ലാ മീനെയും കാണാനായിട്ട്. പിന്നെ അതിനകത്ത് പോകുന്ന വെള്ളത്തിനും മത്സ്യത്തിനുള്ള ഓക്സിജനും കാര്യങ്ങളും ഒക്കെ കണ്ടു. ഇതിനൊക്കെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അപ്പോൾ അങ്ങനെ കുറേ. പിന്നെ ഇതിനകത്ത് കടൽ മത്സ്യങ്ങളും കൂടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കടൽ മത്സ്യങ്ങളുടെ ഇതും കൂടെയൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. കടൽ മത്സ്യങ്ങളാണ് ഇന്ന സ്ഥലത്തെന്നൊക്കെ ഉള്ളത്. ഇതിനെ കണ്ടപ്പോഴത്തേക്കും ശകലം പല്ലിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇച്ചിരി ദൂരെ നിന്നാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. കാരണം അടുത്തെല്ലാം ഫോട്ടോ എടുക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പം നമുക്ക് വേഗം കയറി അതിനകത്തോട്ട് കയറി എല്ലാവരും തള്ളിയിട്ടിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെയാണ് ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിരിക്കുന്നത്. വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകളാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് നല്ലതായിട്ട് കാണിക്കാം എന്നെ കൊണ്ട് പറ്റും പോലെ. അപ്പം അങ്ങനെ നമ്മൾ കണ്ടു. സോറിയേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടു, ഇതിനൊക്കെ കണ്ടു ഒരു യെല്ലോയും ഇതുമായിട്ടുള്ളതുണ്ട്. എന്ത് രസമല്ലേ അത് ഇങ്ങനെ വഴുകി പോകുന്ന കാണാനായിട്ട്. അങ്ങനെ പിള്ളേർ ഇതിനകത്ത് കുറേ ഒരു 1-2 മീനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഇതിനകത്ത് ഷാർക്കോ ആണ് അമ്മയെന്ന് പറഞ്ഞേ. അപ്പോൾ അതിനകത്ത് ഷാർക്കോയെ കണ്ടിട്ട് ഒരാൾ ചോദിച്ചു, എന്തേ മെറീനാന്ന്. ഇതുണ്ടോ, ഇതിനെ കണ്ട സീബ്ര ഫിഷ് പോലെ ഇരിക്കുന്നില്ലേ, സീബ്ര കളറൊക്കെ ആയിട്ട്. കൊള്ളാം, എല്ലാം കാണാം. പിന്നെ നമ്മൾ കാണുന്ന കുഞ്ഞ മീനുകളെയാണ്. കുഞ്ഞ മീനുകളെ കാണാനായിട്ട് എന്ത് രസമല്ലേ. നല്ല അരിമണി പോലെ കുഞ്ഞായിട്ടിരിക്കുന്നു. എന്ത് രസമാണ് ഇതിനെയൊക്കെ കാണാനായിട്ട്. ഇതിനെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇതിനകത്ത് പോയി കാണുന്നതല്ലാണ്. പിന്നെ ഇത് ജനുവരി 13-ാം തീയതി വരെ ഈ സംഭവമുള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളൊരു മക്കളെയൊക്കെ കൊണ്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതാണ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും മക്കൾ വെച്ചു മെറീന ഷാർക്കോ മെറീന എന്തിയേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. മക്കൾ 3 പേരും കൂടെ കാണാൻ വേണ്ടി ധൃതി പിടിച്ചു. ഹസ്ബൻഡ് അതിനൊക്കെ എടുത്ത് കാണിക്കുവാണ്. മീനെ കൊച്ചാളെ എടുത്ത് കാണിച്ചു. അങ്ങനെ നല്ല രസകരമായ ഒരു മീൻ്റെ അത്ഭുതകരമായ കാഴ്ചകളായിരുന്നു നമുക്ക്. ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തോന്നി ഈ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നമ്മൾ അകത്തോട്ട് കയറിപ്പോകത്തില്ലേ, അതുപോലെ നമുക്ക് തോന്നി. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഓരോരുത്തരും ഓടി, എങ്കിലും ഓരോ ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്തു. എന്ത് രസമല്ലേ ഇത് കാണാൻ. നല്ല ഭംഗി, കാണാൻ നല്ല രസകരമായ ഒരു കാഴ്ച പോലെ എനിക്കും തോന്നി. ഇതൊക്കെ നമ്മുടെ കടൽ മത്സ്യങ്ങളാണ് കേട്ടോ. ഈ കാണുന്നില്ല നമ്മുടെ കടൽ മത്സ്യങ്ങളുടെ കൂട്ടത്തിലാണ്. താഴെ ഉണ്ട് കടൽ മത്സ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയുള്ളതാണ് ഇത്. പിന്നെ തിരക്ക് കാരണം എല്ലാം ഒന്നും നമുക്ക് അത്ര അടുത്തൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ അത്ര ഇതല്ലാത്തത്. നമ്മളോട് ക്ഷമിക്കണേ.
എനിക്ക് പേരറിയില്ല കേട്ടോ മീൻ്റെ, എങ്കിലും കാണുമ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഇത് ചെയ്യുക. ഇവിടെയും ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞമ്മീനുകൾ, അലങ്കാര മത്സ്യങ്ങൾ. നല്ല രസകരമായൊരു അനുഭവമായിരുന്നു. അപ്പം നമ്മൾ ഇത് കണ്ടു. ഇനി വരുന്ന മീനാണ് ഇതിൻ്റെ. കണ്ടാൽ ഒരു പാമ്പിനെ പോലെ ഇരിക്കും. പേരുകളൊന്നും എനിക്കറിയില്ല, എങ്കിലും കാണാനൊരു കൗതുകം തോന്നി കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചെന്നത് ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് മോള് കൈയൊക്കെ കൊടുത്തു. കൈ കൊടുത്താണെങ്കിൽ ചില്ലാണ്, ഗ്ലാസ്സിനകത്തോടെ കൈയൊക്കെ കാണിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, അയാളും കൈയൊക്കെ കാണിച്ചു, ആ മനുഷ്യനും കൈയൊക്കെ കാണിച്ചു. അപ്പോൾ ഹസ്ബൻഡ് വന്ന് കൊടുത്തു. പിന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഐസ്ക്രീം സ്റ്റാൾ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണാൻ നമ്മളൊരു പൂന്തോട്ടം പോലത്തെ ഇരുന്നാണ്. അതിനകത്ത് പറക്കുന്ന പോലെ നമുക്ക് തോന്നും, ബട്ടർഫ്ലൈ പൂവിനകത്ത് ഇരിക്കുന്ന പോലെ തോന്നും. തുമ്പി ഉണ്ടായിരുന്നു, പിന്നെ പുൽച്ചാടി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പൂക്കളൊക്കെ വലുതാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് രസമല്ലേ, മനുഷ്യൻ്റെ കഴിവൊക്കെ അപാരം തന്നെ അല്ലേ. അല്ല അപ്പോഴത്തേക്ക് ഇവിടെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറ ഞാൻ പിടിച്ചത് തിരിഞ്ഞു പോയി. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും ക്യാമറ തിരിഞ്ഞു പോയത് കാരണം ഞാൻ എടുത്ത ഫോട്ടോസും ഒക്കെ കുളമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കാണാൻ നല്ല രസമല്ലേ, മനുഷ്യൻ്റെ കഴിവ് അത്ഭുതം തന്നെ, നല്ല ഭംഗിയുള്ള. പിന്നെ നമ്മൾ പോയതെല്ലാം ഒരു ആമ, കടുവ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ്. ഈ ആമ ആണെങ്കിൽ എന്താ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ കണ്ടത് ദിനോസറിനെയാണ്. ദിനോസറിനെ നിന്ന് കൊച്ചാളെന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. എൻ്റെ ആനേനെ തുടരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആനനെയൊക്കെ ഒന്ന് തൊടിയിപ്പിച്ചു. പിന്നെ മൂത്ത മോള് നിന്നിട്ട് കടുവയുടെ ഒന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് എടുത്തു. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ ആൾ എന്നാൽ അതിനെ ഒന്ന് ആടുന്നതിനെ ഒന്ന് പിടിച്ച് നിർത്തി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ പോയത് റോബോട്ടിൻ്റെ അടുത്തേക്കാണ്. റോബോട്ടാണെങ്കിൽ സെൻസ് ചെയ്തിരിക്കുന്നത് ആൻറ്റിനെ ഇടിച്ചു. ആൻറ്റി അവിടെ നിന്നൊരു കാല് നല്ലതായിട്ട് തിരുമ്മി ഇരിക്കുമായിരുന്നു. പിന്നെ മക്കളൊക്കെ ചെന്നപ്പോഴത്തേക്ക് എനിക്കും ഒരു കൗതുകം, ഒന്ന് പോയാലോ എന്ന്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിങ്ങനെ സെൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സെൻസ് ചെയ്യാൻ കിട്ടിയപ്പോഴത്തേക്ക് എന്നെയാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇങ്ങനെ കാലുകൊണ്ടൊന്ന് തട്ടി വിട്ടു. അപ്പോഴത്തേക്കുണ്ട് അത് എന്നെ ഇങ്ങ് സെൻസ് ചെയ്ത് കേട്ടോ. സെൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എൻ്റെ പിറകെയായി. സെൻസ് ചെയ്ത് അത് അവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മുകളിലോട്ട് ചാടി. ഞാൻ ഓട്ടം. എനിക്കെന്നെ ചിരി വരുന്നുണ്ട്, ഒരു ചെറിയ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയവും വരുന്നുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ ഓക്കെ ആയി. ഞാൻ ഓടി. അങ്ങനെ അത് എന്നെ തപ്പി പോവുകയാണ് കേട്ടോ. ഞാൻ പോകുന്ന വഴികളിലൂടെ അത് ഓടി വരുന്നുണ്ട്. എനിക്കാണ് കണ്ട എൻ്റെ ഒപ്പം എത്തിയത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നീടൊരു അവിടെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അതിനെ കണ്ടോ, അത് നമ്മുടെ പുറകെ ഓടി വരുന്നതാണ് കാണുന്നത്. സെൻസ് ചെയ്യുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു സ്ഥലമെത്തി. അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. ഈ ഫോട്ടോയും മക്കളുടെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ പോകുന്ന ഷോപ്പിംഗ് ഏരിയയൊക്കെയാണ്. അവിടെ ഒന്നൊരു ഫോട്ടോ പോലും എടുക്കാൻ സാധിക്കില്ല. ഇനി നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ്. മക്കൾക്ക് 2 പേർക്കും ഒരു ബുക്ക് വാങ്ങിച്ചു. പിന്നെ അത് ആ മാജിക് ബുക്കാണ്, അതിനോട് ഒരു ടവൽ കെട്ടി. പിന്നെ കളർ വെച്ച് തൂത്തുമ്പോൾ ആ ടവൽ വെച്ച് നനച്ച് തൂക്കുമ്പോൾ അതങ്ങ് പോകും. പിന്നെ ബാൻഡ് വാങ്ങിച്ചു, ഓരോ കത്തി വാങ്ങിച്ചു. ഈ കോയിൻ മിഠായി ഒന്നിനും കൊള്ളില്ല. പിന്നെ ജോക്കർ മിഠായി ഉള്ളായിരുന്നു, അതെല്ലാവരും കഴിച്ചു. പിന്നെ നമ്മുടെ ഒരു ഫേവറേറ്റാണ് തേൻ മിഠായി കുഴപ്പമില്ലായിരുന്നു, അത് കൊള്ളായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ക്ലിപ്പ് വാങ്ങിച്ചു. അത് കൊള്ളാമായിരുന്നു കേട്ടോ. അതിന് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ മോളൊരു ജെല്ല് ഉണക്കത്തെ ഒരു ബോർഡ് പോലത്തെ സാധനം വാങ്ങിച്ചേ, അത് കുഴപ്പമില്ലായിരുന്നു, അതും കൊള്ളാമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്. പുതിയ വീഡിയോ